أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 215-ാമത്തെ വചനമാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടേതുപോലുള്ള പരീക്ഷണ സ്ഥിതി നിങ്ങൾക്ക് ഇതുവരെയും വന്നെത്തിയിട്ടില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ ധരിച്ചുവോ? അവരെയാകട്ടെ ദുരിതങ്ങളും വിപത്തുകളും ബാധിച്ചു. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ് വരികയെന്ന് പ്രവാചകനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറയുമാറ് അവർ വിറപ്പിക്കപ്പെടുകയുമുണ്ടായി. അറിയുക, നിശ്ചയമായും അള്ളാഹുവിൻ്റെ സഹായം സമീപസ്ഥമാകുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീർ വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ പറയുകയാണ്: ഈ ആയത്തിൽ മുസ്ലിങ്ങൾ നേരിടാനിരിക്കുന്ന പരീക്ഷണങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ലോകം അന്ധകാരത്തിലാകുമ്പോൾ അള്ളാഹുവിൽ നിന്നൊരു പ്രവാചകൻ വരുമെന്നും അപ്പോഴൊക്കെ ആളുകൾ അദ്ദേഹത്തെ എതിർക്കാറുണ്ടെന്നും മുമ്പ് ഉള്ള ആയത്തുകളിൽ വിവരിച്ചിട്ടുണ്ട്. അതിനാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു: പരീക്ഷണങ്ങളിലല്ലാതെ പുരോഗതി പ്രാപിക്കാമെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ ഉന്നതി ഈ പരീക്ഷണങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത്. മുമ്പുള്ളവരുടെ കാര്യത്തിലെന്ന പോലെ ഈ പരീക്ഷണങ്ങൾ നിങ്ങളുടെയും വളർച്ചയ്ക്ക് കാരണമാകും. അള്ളാഹു ഈ ആയത്തിൽ പറയുന്നു: മസ്സത്തുഹുമുൽ ബഅസാഉ വദർറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലസീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. അതായത് അവർക്ക് കടുത്ത ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നേരിടേണ്ടി വന്നു. അവർ അങ്ങേയറ്റം പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടു. ഒടുവിൽ പ്രവാചകനും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളും അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് വിളിച്ചു ചോദിക്കുന്ന അവസ്ഥയിലെത്തി. ഈ ആയത്തിനെക്കുറിച്ച് ഒരു ചോദ്യമുയരാം: അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും അദ്ദേഹത്തിൻ്റെ പരിശുദ്ധരായ ദാസന്മാരും എപ്പോഴെങ്കിലും അള്ളാഹുവിൻ്റെ സഹായത്തിൽ നിരാശരായി ഇത്തരമൊരു ചോദ്യം ചോദിക്കുമോ എന്ന് ഒരു ചോദ്യമുയരാം. ഇതിനുള്ള ഉത്തരം ഇതാണ്. നോക്കുകയാണെങ്കിൽ നിരാശയെന്ന് തോന്നാമെങ്കിലും പ്രവാചകന്മാരും വിശ്വാസികളും അത്തരം വികാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തരാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ, സൂറത്തുൽ യൂസുഫിലെ 88-ാമത്തെ ആയത്തിൽ പറയുന്നത് പോലെ, ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: സത്യനിഷേധികൾ അല്ലാതെ മറ്റാരും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരാവുകയില്ല. യഥാർത്ഥത്തിൽ അറബി ഭാഷാ നിയമം അനുസരിച്ച് മത്ത, അതായത് എപ്പോൾ എന്ന വാക്ക് നിരാശയെ സൂചിപ്പിക്കാനല്ല, മറിച്ച് ഒരു കാര്യം സംഭവിക്കാനുള്ള കൃത്യമായ സമയം നിശ്ചയിച്ച് കിട്ടാനുള്ള അപേക്ഷയായാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയും മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം എപ്പോൾ എന്നതിൻ്റെ അർത്ഥം അവർ നിരാശരായി എന്നല്ല, മറിച്ച് ആ സഹായം എപ്പോഴാണ് വരിക എന്ന് ഇപ്പോൾ തന്നെ നിശ്ചയിച്ചു തന്നാലും എന്ന അഭ്യർത്ഥനയാണ്. ഇതാ സഹായത്തിൽ അവർക്കുള്ള ഉറച്ച വിശ്വാസത്തെയും അത് എത്രയും വേഗം വരണമെന്ന ആഗ്രഹത്തെയുമാണ് കാണിക്കുന്നത്. പ്രാർത്ഥനയുടെ ഫലപ്രദമായ ഒരു മാർഗമാണിത്. കടുത്ത പരീക്ഷണങ്ങൾ അവരെ പിടിച്ചുലച്ചപ്പോൾ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണ അവരിൽ ഉണ്ടായി എന്നതാണ് ഇതിൻ്റെ രഹസ്യം. പരീക്ഷണങ്ങളുടെ വലിയൊരു ലക്ഷ്യവും ഇതുതന്നെയാണ്, അതായത് അള്ളാഹുവുമായുള്ള ബന്ധം ശക്തമാക്കുക. വിശ്വാസികളിൽ പ്രാർത്ഥിക്കാനുള്ള ആവേശം ഉണരുമ്പോൾ അള്ളാഹു ആകാശത്തു നിന്ന് തൻ്റെ സഹായം ഇറക്കി കൊടുക്കുകയും അവരുടെ പ്രയാസങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ആയത്തിൽ ഹത്ത എന്ന അറബി വാക്കിൻ്റെ അർത്ഥം പരീക്ഷണങ്ങൾ അങ്ങേയറ്റം വർദ്ധിച്ചു എന്നതിലുപരി ആ സഹിക്കാനാവാത്ത പരീക്ഷണങ്ങൾ വിശ്വാസികളെ പ്രാർത്ഥനയിലേക്ക് നയിച്ചു എന്നതാണ്. വിശ്വാസികളിൽ പ്രാർത്ഥിക്കാനുള്ള ആ പ്രേരണ ഉണർന്നപ്പോൾ അള്ളാഹു തൻ്റെ സഹായം വാഗ്ദാനം ചെയ്തു. പരീക്ഷണങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം പൂർത്തിയാകുമ്പോൾ, അതായത് വിശ്വാസികൾ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ, അള്ളാഹു തൻ്റെ വിജയം അവർക്ക് നൽകുന്നു. പരീക്ഷണങ്ങളെ സംബന്ധിച്ചൊരു കാര്യം ഓർത്തിരിക്കേണ്ടതുണ്ട്. അള്ളാഹു ഒരു മനുഷ്യൻ്റെയും ധൈര്യം പരിശോധിക്കാനല്ല പരീക്ഷണങ്ങൾ നൽകുന്നത്.
ഒരാൾക്ക് താങ്ങാൻ കഴിയാത്ത വിധം ഒരു പരീക്ഷണവും അള്ളാഹു അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാറില്ല. തീർച്ചയായും മനുഷ്യൻ ചിലപ്പോൾ തെറ്റായ ധാരണയാൽ തനിക്ക് പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ കഴിയില്ലെന്ന് കരുതിയേക്കാം. എന്നാൽ അവൻ്റെ ആ ചിന്ത ശരിയല്ല. അവ നേരിടാനുള്ള ശേഷി അവനുണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, സൂറത്തുൽ ബഖറയിലെ 287 ആയത്തിൽ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അതായത് ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ഭാരം അള്ളാഹുവിന് നൽകില്ല. മനുഷ്യന് ചുമക്കാൻ സാധിക്കുന്ന ഭാരം മാത്രമേ എപ്പോഴും അവൻ്റെ മേൽ ചുമത്തപ്പെടുന്നുള്ളൂ. ഒരു ജനതയെ നശിപ്പിക്കുക എന്നതല്ല ലക്ഷ്യമെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്കായി നൽകപ്പെടുന്ന പരീക്ഷണങ്ങളൊന്നും തന്നെ അവരുടെ സഹനശേഷിക്ക് അപ്പുറമുള്ളതാകില്ല. ചിലപ്പോൾ ഒരു വിശ്വാസി തനിക്കിത് താങ്ങാനാവില്ലെന്ന് കരുതിയേക്കാം. പക്ഷേ അത് അവൻ്റെ തെറ്റായ ധാരണയാണ്. ഒരു വിശ്വാസി ഒരു പരീക്ഷണത്തെ അതിജീവിക്കുമ്പോൾ അവൻ്റെ വിശ്വാസം എത്രമാത്രം ശക്തമാണെന്ന് അവന് ബോധ്യപ്പെടുന്നു. പിന്നീട് മറ്റൊരു രീതിയിലുള്ള പരീക്ഷണം വരുമ്പോഴും അവൻ അത് തരണം ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ പരിഭവത്തിന് പകരം നന്ദിയും കടപ്പാടുമാണ് ഉണ്ടാകുന്നത്. അള്ളാഹു തൻ്റെ അനുഗ്രഹത്താൽ എനിക്കിത് സഹിക്കാനുള്ള ശക്തി നൽകിയല്ലോ എന്ന് അവൻ ചിന്തിക്കുന്നു. ഇതോടെ അവൻ്റെ വിശ്വാസം കൂടുതൽ ദൃഢമാവുകയും അവൻ വലിയ പരീക്ഷണങ്ങളെ നേരിടാൻ സജ്ജനാവുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ മനുഷ്യൻ ധീരനായി മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്ത് അവൻ തിരിച്ചറിയുന്നു. ത്യാഗത്തിൻ്റെ പാതയിൽ മറ്റുള്ളവരെക്കാൾ മുന്നേറാൻ അവന് അവസരം ലഭിക്കുകയും അവൻ ഉന്നതി പ്രാപിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പരീക്ഷണങ്ങൾ കൊണ്ട് 2 ഉപകാരങ്ങളാണുള്ളത്. ഒന്നാമതായി അള്ളാഹുവിൻ്റെ പാതയിൽ തൻ്റെ ജീവൻ എത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറാണെന്ന് മനുഷ്യന് സ്വന്തം അവസ്ഥയിലൂടെ ബോധ്യപ്പെടുന്നു. രണ്ടാമതായി മുന്നോട്ട് ചുവടുവെക്കാനുള്ള ധൈര്യം അവനിൽ വർദ്ധിക്കുന്നു. പരീക്ഷണങ്ങൾ ഉണ്ടാകുക എന്നത് അത്യാവശ്യമാണ്. പരീക്ഷണങ്ങൾ നേരിടാത്ത ഒരു പ്രവാചകൻ്റെയും അനുയായികൾ ചരിത്രത്തിലില്ല. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം അരുൾ ചെയ്യുന്നത്, സ്വർഗത്തിൻ്റെ വിശാലത നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അത് നിങ്ങൾക്ക് ചുമ്മാതെ ലഭിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ത്യാഗങ്ങൾ കൂടാതെ തന്നെ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ഭൗതിക വിജയങ്ങൾ നിങ്ങളെ തേടി വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മുൻഗാമികൾ കടന്നുപോയ അതേ അവസ്ഥകളിലൂടെ നിങ്ങളും കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെയല്ലാതെ നിങ്ങൾക്കൊരിക്കലും വിജയിക്കാനാകില്ല. നിങ്ങൾ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതുവരെ വിജയം കൈവരിക്കുക അസാധ്യമാണ്. മുൻഗാമികൾക്ക് വലിയ ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് സ്വന്തം സ്വത്തുക്കൾ ഉപേക്ഷിക്കേണ്ടി വന്നു, ബന്ധുക്കളെ പിരിയേണ്ടി വന്നു, പട്ടിണി കിടക്കേണ്ടി വന്നു, മർദ്ദനമേറ്റു, കൊല്ലപ്പെട്ടു. ചുരുക്കത്തിൽ ഒരു ഭൂകമ്പത്തിൽ ഒരു കെട്ടിടം ഇടത്തോട്ടും വലത്തോട്ടും ആടി ഉലയുന്നത് പോലെ അവർ പലവിധത്തിൽ പരീക്ഷിക്കപ്പെട്ടു. അവരെ നോക്കുന്നവർ കരുതിയത് അവർ ഇപ്പോൾ വീണുപോകുമെന്നാണ്. കഷ്ടപ്പാടുകൾ അത്രത്തോളം വർദ്ധിച്ചപ്പോൾ ശത്രുക്കൾ പോലും വിചാരിച്ചു ഇവർ ഇനി തകർന്നു പോകുമെന്ന്. ആ സമയത്താണ് പ്രവാചകനും വിശ്വാസികളും പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതായത് മത്താ നസ്റുല്ലാ, അതായത് അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ്? അതായത് അള്ളാഹുവെ, പരീക്ഷണങ്ങൾ അതിൻ്റെ അങ്ങേയറ്റത്തെത്തിയിരിക്കുന്നു. ഇനി നിൻ്റെ സഹായം വരികയും ഞങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി തഫ്സീർ അടുത്ത ദർസിൽ വിശദീകരിക്കുന്നതായിരിക്കും. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.